ഒരു സംസ്ഥാനത്തിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഒരു രാജ്യത്തിനകത്ത് നടപ്പാക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള കഠിനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഒരു ഘട്ടമാണ്. കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ, സാമൂഹികക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് ഇത്ര ശത്രുതാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ എന്തവകാശമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന് എന്ന് നാം കാണണ്ടേ? 12,000 കോടി രൂപ എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും കഴിഞ്ഞ് കേരളത്തിന് കടമെടുക്കാനുള്ള പരിധിയാണ്. നമസ്കാരം. കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഈ ഒരു സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. എന്തായാലും കേന്ദ്രം ഏർപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടെ കടുത്ത അതൃപ്തിയാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വവും സംസ്ഥാന സർക്കാരും നിലവിലിപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി അടക്കമുള്ള നിരവധി മന്ത്രിമാർ ഇപ്പോൾ സംസാരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശത്തെ പോലും ആണിയടിച്ച് ഒരു കാരണവശാലും കേരളം മുന്നോട്ട് നടക്കാൻ പാടില്ലെന്ന്, കേരളത്തിന്റെ ക്ഷേമ പ്രവർത്തന പദ്ധതികൾ ഒരു വിധത്തിലും അനുവദിക്കാൻ സാധിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് ഒരു ഫെഡറൽ ചിന്താഗതി നിലനിൽക്കുന്ന, നിയമപരമായി അത് ഏറ്റുവാങ്ങേണ്ട, ഒരു രാജ്യത്തിനകത്ത് നടപ്പാക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള കഠിനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഒരു ഘട്ടമാണ്. ഏറ്റവും അവസാനം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം എല്ലാ വിധത്തിലുള്ള വെട്ടിപ്പുകളും കേരളത്തിനോടുള്ള അവഗണനയും കടുത്ത ദ്രോഹവും ഒക്കെ നിലനിർത്തി വെട്ടിക്കുറച്ചപ്പോഴും നിയമപരമായി അതിനുശേഷവും കേരളത്തിന് കടമെടുക്കാനുള്ള 12,000 കോടി രൂപയുടെ പരിധി പ്രത്യേകിച്ച് ഒരു നിർദ്ദേശവുമില്ലാതെ ഡിസംബർ മാസം 17-ാം തീയതി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു കാലത്ത് 5,900 കോടി രൂപ ആ 12,000 കോടി രൂപയിലും എടുക്കാൻ പാടില്ല എന്ന കഠിനമായിട്ടുള്ള നിർദ്ദേശം കേരളത്തിന്റെ തലയ്ക്കുമീതെ ഒരു പേമാരി പോലെ വിതയ്ക്കുന്ന ഒരു ഘട്ടം ഉൾപ്പെടെ കേരളത്തിനകത്തുണ്ടായി. 12,000 കോടി രൂപ എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും കഴിഞ്ഞ് കേരളത്തിന് കടമെടുക്കാനുള്ള പരിധിയാണ്. അതിൽ 3,500 കോടി രൂപ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന പേരിൽ കേരളത്തിന്റെ കടമെടുക്കാനുള്ള പരിധിയിൽ നിന്ന് നേരത്തെ പിടിക്കാൻ തീരുമാനിച്ചു. TP ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം ഇന്ത്യക്ക് മുമ്പിൽ വെച്ച ഒരു ബദൽ മാതൃക പോലെ കേരളത്തിന്റെ 140 നിയോജക മണ്ഡലങ്ങളിലും ഭൗതിക സാഹചര്യത്തിന്റെ വലിയ മേന്മ വിളിച്ചു പറയാൻ പറ്റുന്ന, രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ജനപ്രതിനിധികളും അഭിമാനത്തോടെ ഏറ്റെടുത്ത കിഫ്ബി കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവന പോലും കണക്കിലെടുക്കാതെ ദേശീയപാത ഏറ്റെടുക്കുന്നതിൽ ഭൂമിയുടെ 25% പണം കൊടുക്കും എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കൊടുത്ത പണമുൾപ്പെടെ കൂട്ടി ഓരോ വർഷവും കിഫ്ബിയുടെ പേരിൽ 4,800 കോടി കടമെടുപ്പ് പരിധിയുടെ ഭാഗത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. കേരളം സുപ്രീം കോടതിയിൽ കേസ് പറഞ്ഞു കിട്ടിയ കേരളത്തിന് അനുവദനീയമായ 1,922 കോടി രൂപ ഈ ഘട്ടത്തിനിടയിൽ കേരളത്തിന്റെ കടമെടുക്കാനുള്ള പരിധിയിൽ നിന്ന് മാറ്റി. GSTയുടെ ഭാഗമായി കേരളത്തിന് തരേണ്ട 965 കോടി രൂപ കേരളത്തിന് തരാതെ പിടിച്ചുവെച്ചു. ഇതിനെല്ലാം പുറമെയാണ് ഈ വിധത്തിൽ കിഫ്ബിയുടെ പേരിൽ കടമെടുക്കുന്ന പരിധിക്ക് മാറ്റി നിർത്തിയത്, ഗ്യാരണ്ടി റിഡക്ഷൻ ഫണ്ടിന്റെ പേരിൽ മാറ്റുന്നത്, കോടതിയിൽ കേസ് നടത്തി കേരളം ഏറ്റുവാങ്ങിയതിലെ 1,922, ഇങ്ങനെ ഔപചാരികമായി ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളെയും തകർത്തതിനു ശേഷവും ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ ഈ കേരളത്തിന് ലഭ്യമാകേണ്ട 12,000 കോടി രൂപയിൽ 6,000 കോടി രൂപയും കേരളത്തിന് എടുക്കാൻ പാടില്ലെന്ന് പറയാൻ എന്താണ് കാരണം എന്ന് കേരളത്തിനോടോ ഇന്ത്യയുടെ ധനകാര്യ മാനേജ്മെന്റിനോടോ ശരിയായൊരു വാദഗതി പറഞ്ഞു നിൽക്കാൻ ഈ കേന്ദ്ര ഗവൺമെന്റിന് സാധ്യമാകാത്ത വിധം കേരളത്തെ ഒറ്റപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തിൽ നടപ്പിലാക്കുകയാണ്.
എന്ത് ഇപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ചിന്തിക്കാൻ കാരണം? കേരളം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ 29 ചേർന്ന ക്യാബിനറ്റ് ഏറ്റവും ശരിയായ വിധത്തിൽ തീരുമാനിച്ചതുപോലെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ, സാമൂഹികക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് ധനകാര്യ മാനേജ്മെന്റ് ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമാണ് എന്നാണ്. കേരളത്തിന്റെ ആളോഹരി വരുമാനവും ആഭ്യന്തര വരുമാനവും ഏറെ മുന്നിലാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പൊതുകടത്തിന്റെ വർധനവ് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ലോകോത്തര നിലവാരത്തിൽ പ്രധാനപ്പെട്ട ധനകാര്യ ഏജൻസികളെല്ലാം അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് ഇത്ര ശത്രുതാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ അവകാശമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന് എന്ന് നാം കാണണ്ടേ? കേരളത്തിലെ വിവിധങ്ങളായ പദ്ധതികൾ, മത്സ്യബന്ധന മേഖലയിൽ മാത്രം വികസന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ കുടിശ്ശിക 161 കോടി. AAY കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന അന്നയോജന പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ കുടിശ്ശിക 43 കോടി. നെല്ല് സംഭരണത്തിൽ കേന്ദ്രം തരാനുള്ള സംഖ്യ 1206 കോടി. SSKയിൽ കേരളത്തിന് കിട്ടേണ്ട സംഖ്യ 1284.13 കോടി. ദേശീയ ആരോഗ്യ ദൌത്യത്തിൽ 636 കോടി. കേരളത്തിലെ കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവയുടെ പേരിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 4800 കോടി. ഇങ്ങനെ പല വിധത്തിൽ കേരളത്തിന് ലഭ്യമാകേണ്ട കേന്ദ്ര പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ആസൂത്രിതമായി വെട്ടിക്കുറയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ കേരളത്തിന് ലഭ്യമാകാൻ എല്ലാ വിധത്തിലും അവകാശമുള്ള പണം വെട്ടിക്കുറയ്ക്കുക, കേരളത്തിന്റെ ബോറോവിംഗ് കപ്പാസിറ്റിയെ യാതൊരു വിധത്തിലുള്ള ധാരണകളുമില്ലാത്ത വിധം ലഭ്യമല്ലെന്ന് പ്രഖ്യാപിക്കുക. കേരളം ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിൽ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ കേരളത്തിലെ 62 ലക്ഷം മനുഷ്യർക്ക് 600 രൂപ കിട്ടാക്കടമായിട്ടുണ്ടായിരുന്ന കേരളത്തിൽ 10 വർഷക്കാലം മുമ്പ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിനു ശേഷം 600 രൂപ എന്ന 23 മാസക്കാലം വരെ നീണ്ട കുടിശ്ശിക പൂർണ്ണമായും ഇല്ലായ്മ ചെയ്ത് 600-ൽ നിന്ന് 700-ലേക്ക് കടന്ന് ഇന്ന് 2000-ലേക്ക് എത്തി നിൽക്കുന്ന വിധത്തിൽ ലോകത്തിന് മാതൃകയായ സാമൂഹികക്ഷേമ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഈ കേരളം. ആ കേരളത്തിൽ സാമൂഹിക പെൻഷൻ പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കാൻ പറ്റാത്ത വിധത്തിൽ കേരളത്തെ കഴുത്തു പിടിച്ച് ഞെരിച്ചു വന്നപ്പോ ഇന്ത്യയിൽ എവിടെയുമില്ലാത്ത ഒരു മാതൃക കേരളം അവലംബിച്ചു. അത് പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിക്കലാണ്. പെൻഷൻ ഫണ്ട് ബോർഡിന് ഒരേ ഒരു ലക്ഷ്യം, എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച മുടങ്ങാതെ 60 വയസ്സു കഴിഞ്ഞ് 62 ലക്ഷം മനുഷ്യരുടെ മുമ്പിലേക്ക് ഒരു കുപ്പുകൈയോടെ ആ സാമൂഹികക്ഷേമ പെൻഷൻ അവരുടെ കൈകളിലെത്തിക്കുക. ബാങ്കിലേക്ക് കൊടുക്കലല്ല, നമുക്കറിയാവുന്നതുപോലെ സഹകരണ സംഘത്തിലെ ജീവനക്കാർ നേരിട്ടെത്തി അവരുടെ കൈയിലേക്ക് സമർപ്പിക്കുക. പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിച്ചു കേരളം. എന്തായാലും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകേണ്ട ഫണ്ടുകളുടെ അടക്കം കണക്കിനെക്കുറിച്ച് എണ്ണി പറഞ്ഞാണ് മുഖ്യമന്ത്രി ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ക്യാമറമാൻ അഭിക്കൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.